നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് 2 അക്കൗണ്ട്സ് ഓഫ് ബാങ്കിങ് കമ്പനിയിലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് പഠിച്ചു. അതിൻ്റെ ഒരു പ്രോബ്ലമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് നേരെ പ്രോബ്ലത്തിലേക്ക് കിടക്കാം. എൻ്റെ ഈ ചാനൽ ഇതുവരെ ആയി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഞാൻ അയക്കുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. ദെൻ ആരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് നേരെ പ്രോബ്ലത്തിലേക്ക് കിടക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം. From the following particulars, prepare profit and loss account of HDFC Bank Limited for the year ended 31st March 2018. Items is given in listed. Interest on loan 2,60,000, interest on overdraft 56,000, interest on cash credit 2,25,000, discount on bill discounted 2 lakh, rebate on bill discount 50,000, interest on fixed deposit 2,80,000, interest on savings bank account 70,000, interest on current account 45,000, interest on borrowings 68,000, commission charge to customers 9,000. ഇത്രയാണ് ഐറ്റംസ്. ദെൻ നമുക്ക് നോക്കാം ഇനി എന്താണ് നെക്സ്റ്റ് എന്നുള്ളത്. അതിൻ്റെ കൂടെ ഐറ്റംസ് കഴിഞ്ഞിട്ടില്ല, കുറച്ചും കൂടി ഉണ്ട്. എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പെൻസസ് 56,000, പ്രിൻറ്റിംഗ് ആൻഡ് അഡ്വർടൈസ്മെൻറ്റ് 3,000, റെൻറ്റ് ആൻഡ് ടാക്സസ് 20,000, directors fee 4,000, postage and telephone 2,000, sundry charges 2,000, profit and loss account credit balance on 1/4/2017, previous year credit balance ulla profit 1,32,000. So these are the main questions. From this one we had to prepare the statement of profit and loss account of banking company. So normal case ക്വസ്റ്റ്യൻ കിട്ടുകയാണ്. നമുക്ക് ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് ചെയ്യേണ്ടത് നമുക്ക് മനസ്സിലായി. സോ അപ്പോൾ അതിനകത്ത് ചെയ്യുമ്പോൾ തന്നെ ആദ്യം അലോക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഫസ്റ്റ് നമുക്കത് അലോക്കേറ്റ് ചെയ്യണം. ഏത് ഐറ്റം, ഒരു ഐറ്റം എടുത്തിട്ട് അത് എവിടെയാണ് PNLൻ്റെ ഏത് ഷെഡ്യൂളിലാണ് വരുന്നതെന്നുള്ളത് നമ്മളത് അലോക്കേറ്റ് ചെയ്യണം. സോ അലോക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നേരെ നിങ്ങൾ ഇപ്പോൾ എഴുതി വെച്ച ഐറ്റംസിൻ്റെ സൈഡിൽ എഴുതിയിട്ടുള്ള ഷെഡ്യൂൾ നമ്പർ 13, 14, 15, 16 ഇത്ര ഷെഡ്യൂൾസ് ആണുള്ളത്. ഏതൊക്കെയാണെന്ന് നോക്കാം. സോ ഫസ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ആണ് ഫസ്റ്റ് വരുന്നത് അല്ലേ. ഫസ്റ്റ് നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ലോൺ വരുന്നു. സോ ഇൻട്രസ്റ്റ് ഓൺ ലോൺ വരുന്നത് എവിടെയാണ് വരുന്നത്? ലോൺ എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഒരു ബാങ്കാണ് അല്ലേ. നമ്മളൊരു ബാങ്കാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു മറ്റൊരാൾക്ക് ഗ്രാൻഡ് ചെയ്യുന്നതാണ്. ലോൺ ഗ്രാൻഡ് ചെയ്യുകയാണ് അവിടെ ലോൺ ഗ്രാൻഡ് ചെയ്യുക എന്നുള്ളത് നമുക്കൊരു ഇൻകമാണ്. അതിൽ നിന്നും കിട്ടുന്ന ഇൻട്രസ്റ്റ് ഇൻകമാണ്. സോ അത് ഇൻട്രസ്റ്റ് ഏൺഡ് എന്ന് പറയുന്ന ഷെഡ്യൂൾ നമ്പർ 13 വരുന്ന ഐറ്റമാണ്. സോ ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഷെഡ്യൂൾ നമ്പർ 13. ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ് ഇസ് അനദർ കൈൻഡ് ഓഫ് ലോൺ പ്രൊവൈഡഡ് ബൈ ദ ബാങ്ക്. സോ ദാറ്റ് ഇൻട്രസ്റ്റ് ഈസ് ഓൾസോ എൻ ഇൻകം 56,000 ഷെഡ്യൂൾ നമ്പർ 13 തന്നെ. ഇൻട്രസ്റ്റ് ഓൺ ക്യാഷ് ക്രെഡിറ്റ്, സോ അതും ലോണാണ്, ഗ്രാൻഡ് ചെയ്യുന്ന ലോണാണ്. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇൻകമാണ് 13. ഡിസ്കൗണ്ട് ഓൺ ബിൽ ഡിസ്കൗണ്ട്, നമുക്കറിയാം ബാങ്കിന് ബിൽ ഡിസ്കൗണ്ടുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന ഡിസ്കൗണ്ട് അതൊരു ഇൻട്രസ്റ്റ് പോലെ തന്നെ ട്രീറ്റ് ചെയ്യാവുന്നതാണ് ഷെഡ്യൂൾ നമ്പർ 13. റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട്, ഇവിടെ ട്രയൽ ബാലൻസിനകത്ത് തന്നിരിക്കുന്നതാണ് റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട്. അതുകൊണ്ട് തന്നെ അത് പ്രീവിയസ് ഇയർ അത് ബാലൻസ് ഷീറ്റിൽ കാണിച്ചാൽ മതി. ബാലൻസ് ഷീറ്റിലുള്ളത് ഷെഡ്യൂൾ നമ്പർ 5 അത് ലയബിലിറ്റീസിനകത്ത് കാണിക്കേണ്ട ഐറ്റമാണ് റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട് 50,000. അതപ്പോൾ ഇവിടെ വരില്ല. സോ ഇത്ര ഐറ്റംസാണ് മെയിനായിട്ട് നമുക്കിവിടെ വരുന്നത് അല്ലേ. ഷെഡ്യൂൾ നമ്പർ 13 വരുന്ന ഐറ്റംസൊക്കെ നമ്മൾ ഏകദേശം ഡിസ്കസ് ചെയ്തു. ദെൻ അടുത്ത ഐറ്റംസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇൻട്രസ്റ്റ് ഓൺ ഫിക്സ്ഡ് ഡിപ്പോസിറ്റ് അല്ലേ. ഇൻട്രസ്റ്റ് ഓൺ ഫിക്സ്ഡ് ഡിപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ അത് വേറൊരു കസ്റ്റമർ നമ്മളുടെ ബാങ്കിൽ കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്യുകയാണ്. അതിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് പേയ്മെൻ്റ് ആണ്, എക്സ്പെൻസ് ആണ്. എക്സ്പെൻഡിച്ചറിന് കീഴിൽ ഇൻട്രസ്റ്റ് എക്സ്പെൻഡ് എന്ന ഐറ്റംസിനകത്ത് വരുന്നതാണ് ഷെഡ്യൂൾ നമ്പർ 15. ഇൻട്രസ്റ്റ് ഓൺ SB അക്കൗണ്ട് ഷെഡ്യൂൾ നമ്പർ 15. ഇൻട്രസ്റ്റ് ഓൺ കറണ്ട് അക്കൗണ്ട് ഓൾസോ ഷെഡ്യൂൾ നമ്പർ 15. ഇൻട്രസ്റ്റ് ഓൺ ബോറോയിങ്സ് അതും ഷെഡ്യൂൾ നമ്പർ 15 വരുന്ന ഐറ്റമാണ്. അടുത്തത് കമ്മീഷൻ ചാർജ് ടു കസ്റ്റമേഴ്സ്. സോ ഇവിടെ കമ്മീഷൻ ചാർജ് ടു കസ്റ്റമേഴ്സിന് കമ്മീഷൻ ചാർജ് ചെയ്തു എന്ന് വെച്ചാൽ നമ്മളുടെ കസ്റ്റമേഴ്സിന്
കമ്മീഷൻ കൊടുത്തു എന്നല്ല, കമ്മീഷൻ ചാർജ് ചെയ്തു. ചാർജ് ചെയ്യാന്ന് പറഞ്ഞാൽ എപ്പോഴും ബാങ്കിന് അതൊരു ഇൻകമാണ്. കമ്മീഷൻ ചാർജ് ചെയ്യുക, എന്തെങ്കിലും ചാർജ് എന്ന് പറഞ്ഞാൽ ഇൻകമാണ്, ബാങ്കിന് ഇൻകമാണ്. അതൊരു അതർ ഇൻകത്തിനകത്ത് വരുന്ന ഐറ്റമാണ്. ഓക്കെ, അതർ ഇൻകത്തിനകത്ത് വരുന്ന ഒരു ഐറ്റമാണ്. സോ അതേപോലെ അടുത്തതാണ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പെൻസസ്, പ്രിൻറ്റിംഗ് ആൻഡ് അഡ്വർടൈസ്മെൻറ്റ്, റെൻറ്റ് ആൻഡ് ടാക്സ്, ഡയറക്ടേഴ്സ് ഫീ, പോസ്റ്റേജ്, ടെലിഫോൺ, സൺട്രി ചാർജസ്. ഇതെല്ലാം തന്നെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസായ 16 വരുന്ന ഓപ്പറേറ്റിംഗ് എക്സ്പെൻസാണ് ഇതെല്ലാം. സോ അപ്പോൾ നമ്മൾ നേരെ അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു, ഐറ്റംസ് എല്ലാം അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. പി ആൻഡിൽ, സോ അത് നമുക്കറിയാം, പ്രോഫിറ്റ് ആൻഡ് ലോസിൽ പ്രീവിയസ് ഇയറിൽ പി ആൻഡിൽ എഴുതുന്നത് എവിടെയാണോ അവിടെയാണ്. സോ നമുക്ക് നേരെ ഷെഡ്യൂളുകൾ വരച്ചു തുടങ്ങാം അല്ലേ, അപ്പോൾ ആദ്യം ഷെഡ്യൂൾ നമ്പർ, ആദ്യം തന്നെ നിങ്ങൾ ഷെഡ്യൂളെല്ലാം വരയ്ക്കേണ്ടത്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പി ആൻഡിൽ ഞാനിപ്പോൾ ചെയ്യുമ്പോൾ ആദ്യം ഷെഡ്യൂൾ വരച്ചിട്ടാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പി ആൻഡിൽ ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ എഴുതുമ്പോൾ ഇങ്ങനെ ചെയ്യണം, ആദ്യം ഷെഡ്യൂൾ വരച്ചേക്കുക. ഷെഡ്യൂളല്ല, സ്റ്റേറ്റ്മെൻറ്റ്, ആ പി ആൻഡിലെ സ്റ്റേറ്റ്മെൻറ്റ് അതുപോലെ തന്നെ എന്തായിരുന്നു ഫോർമാറ്റ്, സ്പെസിഫിൻ എന്താണോ പഠിപ്പിച്ചിരുന്നത് അത് അതുപോലെ തന്നെ വരയ്ക്കുക. ദെൻ അപ് ടു പി ആൻഡിലിൻ്റെയും അപ്രോപ്രിയേഷൻസ് വരെയുള്ള ഫുള്ള് വരയ്ക്കുക. എമൗണ്ട് എഴുതണ്ട, എമൗണ്ട് മാത്രം വിട്ടേക്കുക, ബാക്കിയെല്ലാം അതുപോലെ ഇതിന് ശേഷം ഷെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിന് ശേഷമാണ് ഷെഡ്യൂൾ എഴുതേണ്ടത്. ആദ്യം ഷെഡ്യൂൾ എഴുതിയിട്ടല്ല പി ആൻഡിൽ, ഫസ്റ്റ് പി ആൻഡിലെ സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കുക, അത് അതേപോലെ എഴുതുക. ദെൻ ഷെഡ്യൂൾ വരയ്ക്കുക. ഷെഡ്യൂളിനകത്ത് ഫസ്റ്റ് നമ്മൾ ഷെഡ്യൂൾ നമ്പർ 13 ആണ് എഴുതാൻ പോകുന്നത്, ഇൻട്രസ്റ്റ് ഏൺഡ്. ഷെഡ്യൂൾ നമ്പർ 13 ഇൻട്രസ്റ്റ് ഏൺഡ് നമ്മൾ നേരത്തെ അലോക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് അതേപോലെ തന്നെ എഴുതിയാൽ മതി. ഇൻട്രസ്റ്റ് ഓൺ ലോൺ 2,60,000, ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ് 56,000, ഇൻട്രസ്റ്റ് ഓൺ ക്യാഷ് ക്രെഡിറ്റ് 2,25,000, ഡിസ്കൗണ്ട് ഓൺ ബിൽ ഡിസ്കൗണ്ട് 2 lakh. അപ്പോൾ ടോട്ടൽ 7,41,000 വന്നു. സോ അപ്പോൾ ഈ 7,41,000 നമ്മളിവിടെ ടോട്ടൽ എന്ന് പറഞ്ഞ് എഴുതിയേക്കുന്ന 7,41,000 ആ എമൗണ്ടാണ് നേരെ എവിടെ വരേണ്ടത്, ഈ പറയുന്ന ഫോമാറ്റിനകത്ത് ഷെഡ്യൂൾ നമ്പർ 13 എമൗണ്ടിൻ്റെ നേരെ എഴുതേണ്ടത്. അപ്പോൾ ഷെഡ്യൂൾ ഇൻട്രസ്റ്റ് ഏണെന്നും പറഞ്ഞ് ഷെഡ്യൂൾ നമ്പർ 13 എഴുതി, എമൗണ്ട് എഴുതേണ്ടത് 7,41,000. ആഫ്റ്റർ പ്രിപ്പയറിംഗ് ദ ഷെഡ്യൂൾ നമ്പർ 13 we got the amount 7,40,000. The same amount should be right on the schedule column, not schedule column, the amount column. Okay, so അടുത്തത് നമുക്ക് ഷെഡ്യൂൾ നമ്പർ 14 ആണ്. ഷെഡ്യൂൾ നമ്പർ 14 അതർ ഇൻകം ആണ്. ഷെഡ്യൂൾ നമ്പർ 14 അതർ ഇൻകത്തിനകത്ത് വരുന്ന ഐറ്റം ഒരെണ്ണേ ഉള്ളൂ, കമ്മീഷൻ ചാർജ് ടു കസ്റ്റമേഴ്സ് 9,000. സോ അപ്പോൾ അതർ ഇൻകം എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റിനകത്ത് നമ്മൾ 9,000 എഴുതിയിടുക. അത് ഷെഡ്യൂൾ നമ്പർ 15 ഇൻട്രസ്റ്റ് എക്സ്പെൻഡ്, ഇൻട്രസ്റ്റുമായി ബന്ധപ്പെട്ട് വരുന്ന എക്സ്പെൻസ് നമുക്ക് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഷെഡ്യൂൾ നമ്പർ 15 വരുന്നത്. സോ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇൻട്രസ്റ്റ് ഓൺ ഫിക്സ്ഡ് ഡിപ്പോസിറ്റ് 2,80,000, ഇൻട്രസ്റ്റ് ഓൺ സേവിങ്സ് ബാങ്ക് ഡിപ്പോസിറ്റ് 70,000, ഇൻട്രസ്റ്റ് ഓൺ കറണ്ട് അക്കൗണ്ട് 45,000, ഇൻട്രസ്റ്റ് ഓൺ ബോറോയിങ്സ് 68,000, ടോട്ടൽ 4,63,000. അപ്പോൾ ഷെഡ്യൂൾ നമ്പർ 15 സ്റ്റേറ്റ്മെൻറ്റിലേക്ക് എഴുതിയത് അതിൻ്റെ നേരെ എമൗണ്ട് 4,60,000, റൈറ്റ്. Schedule number 15 interest expended, and in the amount column we should mention 4,63,000. അടുത്ത ലാസ്റ്റ് ഷെഡ്യൂൾ നമ്പറിലെ ലാസ്റ്റ് ഷെഡ്യൂൾ നമ്പർ 16 ആണ്, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. അതിനകത്ത് ഫസ്റ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പെൻസസ് 56,000, പ്രിൻറ്റിംഗ് ആൻഡ് അഡ്വർടൈസ്മെൻറ്റ് 3,000, റെൻറ്റ് ആൻഡ് ടാക്സസ് 20,000, ഡയറക്ടേഴ്സ് ഫീ 4,000, പോസ്റ്റേജ് ആൻഡ് ടെലിഫോൺ 2,000, സൺട്രി ചാർജസ് 2,000. അപ്പോൾ ടോട്ടൽ 87,000 വരും. ഈ 87,000 ആയിരിക്കും നമ്മൾ ഷെഡ്യൂൾ നമ്പർ 16 എന്നും പറഞ്ഞ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിന് നേരെയുള്ള കോളത്തിൽ എഴുതേണ്ടത്. സോ അടുത്ത ഐറ്റം ഇനി എന്താണ് വരുന്നത്, നേരെ കണ്ടിജൻസി ആൻഡ് പ്രൊവിഷൻസ് ആൻഡ് കണ്ടിജൻസിയിലാണ്. പ്രത്യേകിച്ച് ഐറ്റംസ് ഒന്നുമില്ല. നമുക്കറിയാം എല്ലാ വർഷവും ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറഞ്ഞിട്ടില്ല എങ്കിലും പോലും എവറി ഇയർ വി ഷുഡ് ട്രാൻസ്ഫർ 25% ഓഫ് ആനുവൽ പ്രോഫിറ്റ് ആസ് സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ആയിട്ട് മാറ്റണമെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ ട്രാൻസ്ഫർ ടു സ്റ്റാറ്റ്യൂട്ടറി റിസർവ്. ആനുവൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ഫോർ ദ കറണ്ട് ഇയർ നമുക്ക് കിട്ടുന്നത് സ്റ്റേറ്റ്മെൻറ്റ് വരച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടും. സ്റ്റേറ്റ്മെൻറ്റ് വരച്ച് കഴിയുമ്പോൾ കിട്ടുന്നതാണ് 2 lakh. ഞാൻ നേരത്തെ വർക്കൗട്ട് ചെയ്ത് വെച്ചേ ഉള്ളൂ. നമ്മൾ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടും. ഷെഡ്യൂൾ നമ്പർ നിങ്ങൾ എഴുതി കഴിഞ്ഞു അല്ലെ, ഷെഡ്യൂൾ എഴുതിയ ഉടനെ തന്നെ നിങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് വരച്ചു. ഡിഫറൻസ് കാണാം, പറഞ്ഞുതരാം എങ്ങനെയാണ് കാണേണ്ടതെന്നുള്ളത്. നമുക്ക് ഡിഫറൻസ് കണ്ടിട്ടത് നേരെ ഇതിനകത്തേക്ക് വരാം.
നമുക്ക് ആദ്യം പി ആൻഡിൽ കണ്ടിട്ട് നമുക്ക് ആ ട്രാൻസ്ഫർ ടു റിസർവ് എങ്ങനെ വന്നു എന്നുള്ളത് നോക്കാം. അപ്പോൾ പി ആൻഡിൽ കാണുമ്പോൾ എഴുതേണ്ട ഫോർമാറ്റ് ഇങ്ങനെയാണ്: HDFC Bank Limited പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് 31st March 2018 എന്ന് പറഞ്ഞ് എഴുതിയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്കറിയാം, നിങ്ങൾ ഓൾറെഡി നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തതാണ്. ഫസ്റ്റ് ഇൻകത്തിനകത്ത് ഇൻട്രസ്റ്റ് ഏൺഡ് ഷെഡ്യൂൾ നമ്പർ 13 7,41,000 നമ്മൾ ഷെഡ്യൂൾ ചെയ്തപ്പോൾ കണ്ടുപിടിച്ചാണ്. ദെൻ അതർ ഇൻകം ഷെഡ്യൂൾ നമ്പർ 14 9,000. സോ ദാറ്റ്സ് ഓൾസോ ഫ്രം schedule number 14. Other income we already find it out from the schedule number 14. Then total 7,50,000. How we can get the 7,50,000? 7,41,000 plus 9,000 interest earned plus other income. So got 7,50,000 total income. Then expenditure, interest expended schedule number 15 4,63,000. Operating expenses schedule number 16 87,000. Then provisions and contingency, there is no item exist, so put a hyphen. Total 5,55,000. So 5,50,000 is the total expenditure. So there is an income, total income is there 7,50,000 and total expenditure is there 5,50,000. So difference between income and expenditure is 2 lakh. So that's why I am said the annual profit or net profit for the current year 2 lakh. So അപ്പോൾ അത് നമ്മൾ നേരെ then third section in the same profit and loss account, profit and loss net profit for the year 2 lakh. Then profit brought forward. So in the question there is a profit credit balance in previous is mentioned there. So that is the amount 1,32,000. So total of profit, accumulated profit is 3,32,000. Clear? The accumulated profit, അതായത് കറണ്ട് നെറ്റ് പ്രോഫിറ്റ് പ്ലസ് പ്രീവിയസ് ഇയർ പ്രോഫിറ്റ് രണ്ടും കൂടി കൂട്ടുമ്പോൾ നമുക്ക് പ്രീവിയസ് ഇയറിലെ പ്രോഫിറ്റുകൾ ബ്രോഡ് ഫോർവേഡ് ചെയ്ത് വന്നതും കൂടി കിട്ടുമ്പോൾ നമുക്ക് 3,32,000 കിട്ടും. അത് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആണ്. ഈ സെയിം എമൗണ്ട് ശ്രദ്ധിക്കുക, ഇപ്പോൾ കിട്ടിയ 3,32,000 എന്ന് പറയുന്ന സെയിം എമൗണ്ട് ഏറ്റവും താഴെ തന്നിരിക്കുന്ന കോളത്തിലേക്ക്, ടോട്ടൽ കോളത്തിലേക്കും കൂടി എഴുതുക. ദ സെയിം എമൗണ്ട് ഷുഡ് ബി റിട്ടേൺ ഓൺ ദ ടോട്ടൽ കോളം, ഓൺ ദ ബോട്ടം ഓഫ് ദ ടോട്ടൽ കോളം. ദ സെയിം എമൗണ്ട് ഷുഡ് ബി റിട്ടേൺ ഹിയർ ടു. അറ്റ് ബോട്ടം ഓഫ് ദ ടോട്ടൽ കോളത്തിലും കൂടി നമ്മൾ 3,32,000 എഴുതുക. അടുത്ത സ്റ്റെപ്പ് അതാണ്. ദെൻ ഇനി നമ്മൾ നേരെ നമുക്ക് കറണ്ട് നെറ്റ് പ്രോഫിറ്റ് ഒക്കെ കിട്ടിയതാണ്. സോ അതുകൊണ്ട് നമുക്ക് നേരെ റിസർവിൻ്റെ കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ ട്രാൻസ്ഫർ ടു റിസർവ്, സ്റ്റാറ്റ്യൂട്ടറി റിസർവിന് നിങ്ങൾക്കറിയാം എല്ലാ വർഷവും 25% ആനുവൽ നെറ്റ് പ്രോഫിറ്റ്, കറണ്ട് ഇയർ നെറ്റ് പ്രോഫിറ്റിൻ്റെ 25% സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ആയിട്ട് മാറ്റണം. സോ അപ്പോൾ നമുക്കിവിടെ കിട്ടി 2 ലക്ഷം രൂപയാണ് നെറ്റ് പ്രോഫിറ്റ് എന്നുള്ളത് കിട്ടി. സോ ആ 2 ലക്ഷം 2 ലാഖിൻ്റെ 25% 50,000 നെറ്റ് പ്രോഫിറ്റിൽ നിന്നും സ്റ്റാറ്റ്യൂട്ടറി റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. സോ പിന്നെ പറയുന്ന റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട് ഇവിടെ കാണിക്കില്ല എന്ന് പറയുന്നുണ്ട്. അത് ഷെഡ്യൂൾ നമ്പർ 5 കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാറ്റ്യൂട്ടറി റിസർവ്, ട്രാൻസ്ഫർ ടു സ്റ്റാറ്റ്യൂട്ടറി റിസർവ് നമുക്ക് കിട്ടി 50,000 ആണ്. സോ ആ എമൗണ്ട് നമ്മൾ കാണിക്കാൻ പോകുന്നു. അപ്രോപ്രിയേഷൻസ് നമ്മുടെ ഹെഡിങ്ങിൻ്റെ കീഴിൽ ഫസ്റ്റ് ട്രാൻസ്ഫർ ടു സ്റ്റാറ്റ്യൂട്ടറി റിസർവ് 50,000 എങ്ങനെ കിട്ടിയെന്നുള്ളത് ഇപ്പോൾ മനസ്സിലായല്ലോ. ആനുവൽ പ്രോഫിറ്റ്, അതായത് നെറ്റ് പ്രോഫിറ്റ് ഫോർ ദ കറണ്ട് ഇയർ എന്ന് പറയുന്ന 2 ലാഖ്. ആ 2 ലാഖിൻ്റെ 25% 50,000 കണ്ടുപിടിച്ചു. അങ്ങനെ കണ്ടുപിടിച്ച 50,000 ആണ് ഈ പറയുന്ന സ്റ്റാറ്റ്യൂട്ടറി റിസർവ്. ട്രാൻസ്ഫർ ടു സ്റ്റാറ്റ്യൂട്ടറി റിസർവ് 50,000. ദെൻ പിന്നെ ട്രാൻസ്ഫർ ടു അതർ റിസർവ്, നോ മോർ ഐറ്റം. ട്രാൻസ്ഫർ ടു ഗവൺമെൻറ് ഓർ പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ്, നോ മോർ ഐറ്റം ഈസ് ദെയർ. ദെൻ അപ്പോൾ അതൊക്കെ നമുക്ക് അപ്രോപ്രിയേഷൻസിനകത്തൊരു 50,000 കിട്ടിയുള്ളൂ. ദെൻ പിന്നെ ടോട്ടൽ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് ഓൾറെഡി 3,32,000 ആണ്. അപ്പോൾ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ടോട്ടൽ കോളവും അപ്രോപ്രിയേഷൻസിൻ്റെ ടോട്ടൽ കോളവും സെയിം എമൗണ്ട് ആയിരിക്കും. After getting the total of profit and loss account, we should write the same amount on the appropriations total column. So both the total column amount is same. Then after that, we just recorded the statutory reserve 50,000. So find it out the difference between 3,32,000 and 50,000. 3,32,000 50,000 നമ്മൾ ഡിഫറൻസ് കണ്ടുപിടിക്കുക. ആ ഡിഫറൻസ് ആണ് നമ്മൾ ബാലൻസ് ക്യാരി ടു ബാലൻസ് ഷീറ്റിനകത്ത് എഴുതേണ്ടത്. ആ എമൗണ്ട് എന്ന് പറയുന്നത് 2,82,000 ആണ്. അത് കിട്ടുന്നത് എങ്ങനെയാണെന്ന് ഒന്നും കൂടി ശ്രദ്ധിച്ചോളൂ.
ടോട്ടൽ കോളം ഇൻ അപ്രോപ്രിയേഷൻസിൻ്റെ ടോട്ടൽ കോളമായ 3,32,000 നിന്നും ബാക്കി ഐറ്റംസ് ഇവിടെ ട്രാൻസ്ഫർ ടു സ്റ്റാറ്റ്യൂട്ടറി റിസർവ് മാത്രമേ ഉള്ളൂ. അതർ റിസർവും പ്രപ്പോസ് ഡിവിഡൻറ്റും വന്നാൽ അതെല്ലാം മൈനസ് ചെയ്യണം. അതെല്ലാം മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് ആണ് നമുക്ക് ബാലൻസ് ക്യാരി ടു ബാലൻസ് ഷീറ്റിൽ എഴുതുന്നത് 2,82,000. സോ ഇത്രയാണ് നമുക്ക് എഴുതേണ്ടത്. അപ്പോൾ ഈ ലാസ്റ്റ് സെക്ഷൻ ഒന്ന് ഓർത്തിരിക്കുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ലാസ്റ്റ് കോളം ടോട്ടൽ കോളവും അപ്രോപ്രിയേഷൻസിൻ്റെ ലാസ്റ്റ് കോളം ടോട്ടൽ കോളവും സെയിം എമൗണ്ട് ആയിരിക്കും. സോ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇതേപോലെ തന്നെയാണ് ഓരോ ഐറ്റംസ് ഏതാണെന്നുള്ള അലോക്കേറ്റ് ചെയ്യുക. ജസ്റ്റ് ഇതേപോലെ ഷെഡ്യൂൾ വരച്ചതിന് ശേഷം ആദ്യം ഫോർമാറ്റ് വരച്ചതിന് ശേഷം ഷെഡ്യൂൾ വരയ്ക്കുക. ദെൻ ആ എമൗണ്ട് ഷെഡ്യൂളിൽ കിട്ടിയ ടോട്ടൽ എമൗണ്ട് ഫോർമാറ്റിലെ ഷെഡ്യൂൾ നമ്പറിന് നേരെ എഴുതിയിടുക. സോ ഈ സെക്ഷൻ നമുക്ക് ഇത്രേ വരുന്നുള്ളൂ. അടുത്ത സെക്ഷനിൽ നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കാം. താങ്ക് യു.